സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചമ്മേനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഇന്ന് നമ്മുടെ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സെലക്ഷൻ കോൺട്രാക്ട് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മച്ചമ്മേനെ നമ്മളിന്ന് ലിവോക്കോവിച്ചിൻ്റെ ഒരു എന്താ പറയുക ഫസ്റ്റ് ഇംപ്രഷൻ ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പോണ്ടിന് നോക്കാം, ഓപ്പോണ്ട് ആരാ വരിക. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ പുതിയൊരു ഹൈലൈറ്റ് കാർഡ് വന്നിട്ടുണ്ട്, നമ്മുടെ ഗലറ്റ്സാറൈ SK എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കാർഡും കൂടെ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആരെ കിട്ടുക നോക്കാം. എന്തായാലും മച്ചമ്മേനെ നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് കറക്കുക കേട്ടോ, നിങ്ങൾ ആരും കോയിൻ കൊടുത്തൊന്നും കറക്കണ്ട. നല്ല അടിപൊളിയായിട്ടുള്ള കാർഡുകൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ റിയൽ സഞ്ജു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ഗോളിന് എടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും അത് ജസ്റ്റ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കുക, കാരണം നിങ്ങളുടെ ഒരു സെലക്ഷൻ കോൺട്രാക്ട് വെറുതെ കളയണ്ട വെച്ചാൽ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ നോക്കാം. നമ്മുടെ പോർട്ട്വേ അല്ല, ഈ ഒരു കാർഡിൽ ആരെയും നമുക്ക് കിട്ടിയ നോക്കാം ഗൈസ്. അപ്പോൾ നോക്കുകയാണ് നമ്മുടെ 45 നമ്പർ. കിടലം ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തൊട്ട കാർഡ് തന്നെയാണ് കിട്ടിയത്. നമ്മൾ എന്തായാലും ഗൈസ് ഈ ഒരു പ്ലെയറിനെയും കൂടെ ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് ഇന്ന് നടത്താം കേട്ടോ, എങ്ങനെ ഉണ്ടാവും നോക്കാം. പിന്നെ ഓൾറെഡി ഗൈസ് നമ്മുടെ നിങ്ങൾ ആരെങ്കിലും എടുത്തവരുണ്ടെങ്കിൽ ഗോളിയുടെ ജസ്റ്റ് പറയുക. എന്തായാലും ഒരു കിടലൻ ഓപ്പോണ്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് നോക്കാം. നമുക്ക് സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആരെയും സബ്സ്ക്രൈബ് ചെയ്യില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മച്ചാമാരെ. അപ്പോൾ നമ്മുടെ ലിവോക്കോവിച്ചിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. വിക്ടർ ആണ് മച്ചാമാരെ നമ്മുടെ ഓപ്പോണിൻ്റെ ഗോളി. അപ്പോൾ ഇതൊരു വിക്ടർ പ്ലസ് നമ്മുടെ ഗോളിയാണ് മച്ചാമാരെ. ഓപ്പോണിൻ്റെ കയ്യിലും ആ സെയിം ഗോളിയാണ്. ഞാൻ വിചാരിച്ചു നമ്മുടെ കോസ്റ്റനെ കിട്ടിയായിരുന്നെങ്കിൽ ആ ഒരു ഇംപ്രഷൻ ഇറക്കുന്നത്. അപ്പോൾ നമ്മുടെയാണ് ഫസ്റ്റ് ടച്ച്. സുവാരസ് ടു റിക്കിപ്പൈ, ബെക്കംബർ ടു കാർലോസ് ടു ഗ്രീസ്മൻ ടു മച്ചാമാരെ വീണ്ടും കാർലോസ് ടു ഗ്രീസ്മൻ, റിക്കിപ്പൈ ടു കിട്ടിയില്ലടാ ചൗമണി അല്ല ഗ്രീസ്മൻ ടു റിക്കിപ്പൈ ടു നമ്മുടെ സുവാരസ് അടിക്കും നോക്കാം. ഇല്ല ഗൈസ്, അവർ ഇത് ചെയ്തു. മെസ്സി ടു ടോണി ആഡംസ് ടു ഫ്രാങ്ക് റിബറി, കഫു ടു നമ്മുടെ ബെക്കാം ടു ജെറാഡ്. ഇവിടുന്ന് ഒരു സ്റ്റണ്ടിങ് ഷോട്ട് അടിച്ചാൽ തരുന്നു സുവാരസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ സുവാരസ് അങ്ങനെ ഒരു ഗോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ എന്തായാലും എനിക്ക് വന്നതിൽ ഏറ്റവും എൻ്റെ ഈ ഒരു കാർഡ് ഭാഗ്യ കാർഡാണ്, ഡബിൾ ബൂസ്റ്റർ കാർഡാണ്. ഇതുവരെ ഒരു കുഴപ്പങ്ങളും ഇല്ല, അത്യാവശ്യം നന്നായിട്ട് കയറി കളിക്കുന്നുണ്ട്. സോ മച്ചാമാരെ എന്തായാലും ഞാൻ യമലൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എടുക്കണമെന്നുണ്ട്, കാരണം എനിക്ക് ഓൾറെഡി ഡബിൾ ബൂസ്റ്റർ യമലില്ല. പക്ഷേ ഞാൻ നോക്കട്ടെ ഗൈസ്. എന്തായാലും ഒരു ഗോളി ഇപ്പോൾ നമ്മുടെ അത്യാവശ്യം ഈ ഒരു ഗോളി ഷോർട്ട് ടൈം എടുത്തിട്ടുണ്ട്. സോ ഗൈസ് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജെറാഡ് ടു ഗ്രീസ്മൻ ടു റോബർട്ടോ കാർലോസ് നമുക്ക് നോക്കട്ടെ മച്ചാമാരെ. നമ്മുടെ ഇതെങ്ങനെയാണ് ജെറാഡ്. ഓക്കെ, നമ്മുടെ സുവാരസ് സ്റ്റണ്ടിങ് ഒക്കെ ശരിക്കും അടിക്കാൻ പറ്റിയ ഷോർട്ട് സാധനം ഉണ്ട്. ബാറ്റി ബെക്കമരം മച്ചാമാരെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നോക്കാം. നമുക്ക് കെൻഡോണ ഗൈസ്. അപ്പോൾ കെൻഡോണ ആദ്യമായിട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾ എടുത്ത കാര്യം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പോർട്ട്വേയിലൊക്കെ എനിക്ക് കിട്ടിയ ഒരു പ്ലെയറിന് ഞാൻ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. റിക്യുപ്പൈ ടു ജെറാഡ്. ഓക്കെ, ജെറാഡ് ടു സുവാരസ് ടു ഗൈസ്. കുറച്ച് ഓടിക്കുന്നുണ്ട്. റോബർട്ടോ കാർലോസ് ഒരു ക്രോസ് നടക്കും നോക്കാം. റോബർട്ടോ കാർലോസിൻ്റെ ക്രോസ് നടന്നില്ല. റിക്യുപ്പൈൻ്റെ ഒരു ക്രോസ് നടക്കും. ഗ്രീസ്മൻ. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും പോയിട്ടുണ്ട്. കെൻഡോണ പ്ലസ് ബാറ്റി പ്ലസ് ലിവാക്കോവിച്ച് ആട്ടോ. ലിവാക്കോവിച്ച് അല്ല, വിക്ടർ ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ, ഗ്രീസ്മൻ ടു സുവാരസ്, ടോണി ആഡംസ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ടു സുവാരസ്. മെസ്സിയിലേക്ക് പോയില്ല ഗൈസ്. കോസ്റ്റ, ടോണി ആഡംസ് അവരാണ് ഇവരുടെ ആൾക്കാർ ഗൈസ്. അപ്പോൾ ഡെക്ലാൻ റൈസ്, കെൻഡോണ ബാറ്റിക്ക് പോകാൻ സമ്മതിച്ചില്ല. ടോണി ആഡംസ് ഗൈസ്. അപ്പോൾ നോക്കാം നമുക്ക്. മെസ്സി ടു സുവാരസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. റിക്യുപ്പൈ എൻ്റെ മോനെ വിക്ടർ ഗൈസ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു നിങ്ങളെന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ. ലിവാക്കോവിച്ച് എന്താ പറയുക വേഴ്സസ് നമ്മുടെ വിക്ടറാണ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ റോബർട്ടോ കാർലോസിനെ കൊണ്ടോട്ടോ നമ്മൾ അടുപ്പിക്കുന്നത്. നമുക്ക് ട്രെയിൻ അടിക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാട്ടോ, മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്ത് സൂപ്പറാക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ടോ റിക്യുപ്പൈ? ഇല്ല ഗൈസ്. മച്ചാമാരേടാ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇറക്കിക്കോട്ടെ, നല്ലൊരു കാർഡാണ്. കാരണം നമ്മൾ ആ ഒരു ഇത് നോക്കണ്ട, അത്യാവശ്യം നല്ല സ്റ്റാറ്റസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ മച്ചാമാരെ നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയ കാർഡിന് A പൊസിഷൻ ഉണ്ട് കേട്ടോ, ഞാനത് പറയാൻ മറന്നുപോയി. സുവാരസ് നോക്കാം ഗൈസ്. അപ്പോൾ ഈ ഷോട്ട് പണി പാടുവോ ഗൈസ്? ഓപ്പോണിൻ്റെ നെറ്റ് കുറവാ, പണിയാവോ ഇത് ഇടയ്ക്കെന്ന് വെച്ചാൽ നമുക്ക് നോക്കി നോക്കാട്ടോ. എന്നെ വെച്ചാൽ വിക്ടറിൻ്റെ കൈത്തട്ടി സാധനം തെറിച്ചു പോയി ഗൈസ്. എനിക്കറിയില്ല ഇത് സ്ക്രിപ്റ്റിംഗ് ആണോ മച്ചാമാരെ, ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. AC മിലാൻ കേട്ടോ നമ്മുടെ ടീം ഗൈസ്. ഇപ്രാവശ്യം നമുക്ക് ഫാർഫോസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു പൊന്തടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റോബർട്ടോ കാർലോസ് ടു മച്ചാമാരെ. നിങ്ങളിപ്പോൾ ഫ്രാങ്ക് റിബറിനെയൊക്കെ നിങ്ങൾ ഇറക്കുന്നുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലാപ്പൊക്കെ തീരാനായി, അതായത് നമ്മുടെ ഡെയിലി ഗെയിം. അപ്പോൾ പുതിയൊരു പാക്കും കാര്യങ്ങളും എത്താനായിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് വീണ്ടും ഒരു ചൗമണി, ഡെക്ലാൻ റൈസ് ഇവർ സബ് ചെയ്തു. എത്ര പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ. ബെക്കാവ്, മെസ്സി ടു സുവാരസ്. ഇത് ഞാനാണെങ്കിൽ അവിടെ നിന്നിട്ട് കറക്കുകയും ചെയ്തു. ടോണി ടു
ജെറാഡ് ടു റിക്കിപ്പൈ ഗൈസ്. അപ്പോൾ വീണ്ടും നമുക്ക് എടാ ഗൈസ് അവിടെ നിന്നൊക്കെ ശരിക്കും ഒരു സ്റ്റണ്ടിങ് അടിക്കാനുള്ള കാര്യമുള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ ഇട്ട് കറക്കുമ്പോഴേ ഇവന്മാർ ചിലപ്പോൾ എടുത്ത് കളയും ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മാൻ ടു ബാക്കോട്ട് കാർലോസ്. ഈ ബാക്കോട്ട് എടുക്കുന്നത് പണിയാവും ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആവാനായിട്ടുണ്ട്, 43 മിനിറ്റാണ്. അപ്പോൾ മച്ചാൻ എന്തായാലും നിങ്ങളവിടെ മഴയാണോ അല്ലെങ്കിൽ വെയിലൊക്കെയാണോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. റോബർട്ടോ കാർലോസ് ടു നമ്മുടെ ഗ്രീസ്മാൻ ടു ജെറാഡ് ടു റിക്യുപ്പൈ ടു മെസ്സി. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ടു നോക്കട്ടെ, കോസ്റ്റ് കേട്ടാ ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട് മച്ചാൻ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. 5 ഷോട്ടാട്ടോ നമ്മൾ അടിച്ചത്. ഷോട്ട് ഓൺ ടാർഗറ്റ് 4. വിക്ടർ ബൈ ആയതുകൊണ്ട് അവന്മാർ രക്ഷപ്പെട്ടു. നമ്മുടെ ഗോളിൻ്റെ അടുത്തേക്ക് ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചാണ്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് പറയാൻ പറ്റില്ല, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. ബാറ്റീരി കേട്ടോ നമ്മൾ. പിന്നെ സ്നൈഡർ ഗൈസ്, നിങ്ങൾ എപ്പോഴും എന്താ പറയുക, മാച്ചിന് ഇറക്കുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ആരോ അനുസരിച്ച് മാത്രം ഇറക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം സ്ക്രിപ്റ്റിംഗ് ആണ് ഗൈസ്. എല്ലാവർക്കും മൊത്തത്തിൽ സ്ക്രിപ്റ്റിംഗ് വരുന്നുണ്ട്, പല ടൈപ്പിലാണ്, രീതിയിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നോക്കുക. ഹാളൻഡ് ഉണ്ട് കേട്ടോ ഇവർക്ക് ഗൈസ്. ഹാളൻഡ് നമുക്ക് നോക്കേ. ലൂയിസ് സുവാരസ് ടു ബെക്കാം ടു സുവാരസ്, മെസ്സി, കഫു ഗൈസ്. നിങ്ങളിപ്പോഴും കഫു ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കിക്കോളൂ കേട്ടോ, നല്ല കാർഡാണ്, ഒരു കുഴപ്പമില്ല. സ്നൈഡർ ടു ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് മെസ്സിയുടെ ഒരു ഷോ ഗൈസ്. ഞാൻ വിചാരിച്ചു കിട്ടുമായിരിക്കുന്നു. കഫു ഇപ്പോൾ ഒരു പെനാൽറ്റി അവിടെ കിട്ടിയില്ല. അയ്യോ എടാ, ഇവിടേക്ക് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ എന്താ അറിയോ, അത് സാരല്ല പോട്ടെ. വിക്ടർ ബയ്യ ടു ഗൈസ്. ഇവരിപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു വിക്ടർ ബൈ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് 2 ഷോട്ട് രക്ഷപ്പെട്ടത്. ഓക്കെ, റോബർട്ടോ കാർലോസ് നല്ലോണം ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ മച്ചവരെ. നേരത്തെ തന്നെക്കാട്ടും നന്നായിട്ട് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഓരോ മാച്ച് കഴിയുമ്പോഴും ആള് സീനായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉള്ളവരൊക്കെ ഇറക്കുക കേട്ടോ. ഡബിൾ ബൂസ്റ്ററാണെങ്കിൽ കുറച്ചുകൂടെ പറയണ്ട, നല്ല കാർഡാണ്. ഓക്കെ, അപ്പോൾ മെസ്സി എനിക്കിനിപ്പോൾ ഗൈസ് ക്യാമ്പലോ അല്ലെങ്കിൽ നമ്മുടെ റൈഗാർഡ് ഗൈസ്. അപ്പോൾ ഒരു കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇതൊരു ഗോൾ കയറിയിട്ടുണ്ട്, നമ്മുടെ മെസ്സി അടിച്ചിട്ടുണ്ട്. എന്തായാലും ഗൈസ് ഞാൻ സെലിബ്രേഷൻ ഇടുന്ന വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ മച്ചന്മാർ, തമിഴ് വരുമ്പോൾ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ, നിങ്ങൾ മറന്നു പോരുത്, എല്ലാവരും ഉഷാറാക്കുക. ചൗമണി ടു നമ്മുടെ ഗ്രീസ്മാൻ 58 മിനിറ്റായി മച്ചന്മാരെ. അപ്പോൾ നമുക്ക് നോക്കി. ഇത് എനിക്ക് തോന്നുന്നു എടുക്കാൻ കയറും നിങ്ങൾ ഗൈസ്. എന്താ പറയുക, എനിക്ക് ഇപ്പോൾ കറക്റ്റ് അറിയില്ല. എംബാപ്പെ CF ആയിട്ട് എംബാപ്പേനെ ഇട്ട് ഒരു 2 മാച്ച് കളിപ്പിച്ച് നോക്കുക. എംബാപ്പെ ഇപ്പോൾ നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു കാർഡാണ്. സുവാരസ് അപ്പോൾ മെസ്സി സുവാരസ് അല്ല, മെസ്സി കേട്ടോ. സോറി ഗൈസ്, ഞാൻ പെട്ടെന്ന് വിചാരിച്ചു സുവാരസ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നേരത്തെ കിട്ടിയ വിക്ടറിനെ ഇറക്കാം. എടാ മെസ്സി ഇല്ല എടുത്തു ഗൈസ്. ഞാൻ വിചാരിച്ചു, പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഗൈസ് അപ്പോൾ വെട്ടിച്ചിട്ടുണ്ട്. സുവാരസ് ടു ഗ്രീസ്മാൻ ഗൈസ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചാൻസ് കൊടുക്കാൻ നിന്നാൽ ഓപ്പോണൻറ്റ് ചിലപ്പോൾ നമ്മളെ ശരിയാക്കും. അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. മെസ്സി ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും എടാ ഗൈസ് ബാസ്റ്റണിയാണ് പിടിച്ചത്. ഇവരിടയ്ക്കിടയ്ക്ക് സബ് മാറ്റുന്നുണ്ട്. നേരത്തെ ഇവിടെ ചൗമണി ആയിരുന്നല്ലോ. സ്നൈഡർ ഗൈസ് പോസ് ചെയ്യാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സബ് ചെയ്യായിരുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ബെക്കാം ടു മെസ്സി. ഒരു ഗൈസ് വൈറ്റൊക്കെ ഇട്ട സീനാട്ടോ. അല്ലെങ്കിൽ റൊണാൾഡോനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് അല്ല, എന്താ പറയുക, ഹെഡിങ് സെറ്റായിരിക്കും. എനിക്ക് പിന്നെ റൊണാൾഡോ നമ്മുടെ ഇപ്പോൾ വന്ന കാർഡ് എന്താ പറയുക, ഓൾറെഡി ഞാൻ ഇറക്കിയിട്ടില്ല, ഒരു മാച്ച് എങ്ങനെ ഇറക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇറക്കണം, എനിക്ക് ഒരു കോംബോ പൊസിഷൻ ഇട്ട് കളിപ്പിക്കണം ഗൈസ്. അപ്പോൾ ഇതെന്ത് സംഭവം, ഗോൾ അടിക്കാം. അപ്പോൾ വെച്ചാൽ ചെറിയൊരു പണി പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഓപ്പോണ്ട് പോയിട്ടുണ്ട്, നെറ്റ് പോയതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പൊതുവെ ഇങ്ങനെയാണ് പറ്റാറ് പല വീഡിയോകളും. അതിപ്പോൾ ഈ ഇടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കറണ്ട് പോക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഓപ്പോണ്ടിന് ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ മച്ചാൻ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ. അപ്പം എന്താ പറയുക, ഞാൻ ഗോളിൻ്റെ ഒരു മാനേജർ അല്ല, ഗോളിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് സെറ്റ് ചെയ്തത്. പക്ഷേ നമ്മുടെ ഓപ്പോണ്ട് അങ്ങനെ അടി വന്നില്ല. പക്ഷെ ഞാൻ വരുന്ന രീതിയിൽ ഇനി അടുത്ത മാച്ച് കളിക്കുമ്പോൾ ഇടാം കേട്ടോ. നമ്മുടെ പക്ഷേ വിക്ടറാണ് ഇതിൽ സീനായത്, എനിക്കൊന്നും പറയാനില്ല. പിന്നെ സുവാരസും മെസ്സിയും ഒരു കോംബോ ആയിരുന്നു. അത് എപ്പോഴും നമ്മൾ ഇറക്കാറുള്ളൊരു മാച്ചാണ്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.